രാധിക നോക്കുമ്പോൾ അർജുനും അവളെ പിന്തുടർന്നു പോകുന്നത് കണ്ടു. രുദ്രനാണെങ്കിൽ ഷാനോടും രോഹിത്തിനോടും ഒപ്പം പുറത്താണ്. കൺമുന്നിൽ തൻ്റെ പദ്ധതി വിജയിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി കൂടി നീ സ്വപ്നം കണ്ട് കിടക്ക്. രുദ്രൻ്റെ ധർമ്മപത്നിയാവുന്നത് നാളെ നേരം വെളുക്കേണ്ട താമസം മാത്രം. നീ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ എൻ്റെ കൺമുന്നിൽ നിൽക്കും. രുദ്രനായി തന്നെ നിന്നെ ഇവിടെ നിന്നും അടിച്ചിറക്കും. പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയ നീ നാളെ ഇവിടെ നിന്നും തൊലിയുരിഞ്ഞിറങ്ങേണ്ടി വരും. കയ്യിലിരുന്ന ഗ്ലാസ് ചുണ്ടോടടുപ്പിക്കുമ്പോൾ രാധികയുടെ ചുണ്ടിൽ ഒരു വിജയത്തിരി തെളിഞ്ഞിരുന്നു. ഉറക്കച്ചടവ് വിട്ടുമാറാത്ത കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ കണ്ടു ചുറ്റുമുള്ള കണ്ണുകളിലെ പുജ്ഞവും അവജ്ഞയും. ചെവിയിലാകെ ഒരു മൂളൽ പോലെ. ആരൊക്കെയോ എന്തൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. തലയാകെ പൊട്ടിപ്പിളരുന്ന പോലെ. തലേന്ന് രാത്രി നടന്നതൊക്കെയും ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ട് പോലും പറ്റുന്നില്ല. എന്തിനാണ് ഇവരൊക്കെയും ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നത്? ഒരു വിധത്തിൽ കട്ടിലിൽ നിന്നും എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലായി തൊട്ടടുത്ത് തന്നെ ചുറ്റിവരിഞ്ഞ് കിടക്കുന്ന പുരുഷരൂപത്തെ. സുജിത്ത്. രാധിക ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ചുറ്റുമുള്ള മുഖങ്ങളിലെ അവജ്ഞതയുടെ കാരണം പിടികിട്ടുമ്പോഴത്തേക്കും ദർശന്റെ മുഖമടിച്ചൊരു അടിയിൽ രാധിക വീണ്ടും കട്ടിലേക്ക് തന്നെ വീണു പോയിരുന്നു. പുതപ്പ് കൂട്ടിപ്പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ണിൽ നിന്നും പൊന്നീച്ച പാറി. എങ്കിലും ഒരു വിധത്തിൽ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു. തൻ്റെ മുമ്പിൽ ജ്വലിച്ച് നിൽക്കുന്ന ദർശനെയും മറ്റ് കുടുംബാംഗങ്ങളെയും നോക്കുമ്പോഴും രാധികയ്ക്ക് മനസ്സിലായിരുന്നില്ല ഇത് സത്യമോ അതോ മിഥ്യമോ എന്ന്. ഇവളെ ഇനിയും ഇവിടെ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലച്ഛാ. പറയുമ്പോൾ ദർശന്റെ വാക്കുകൾ പതറിയിരുന്നു. അല്ലെങ്കിലും ഏത് ജീവിത പങ്കാളിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇപ്പോൾ കൺമുന്നിൽ കണ്ടത്? മകന്റെ വിവാഹ ദിവസം ഡ്രൈവർക്കൊപ്പം ഭാര്യയെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അവൾ ആകെ തകർന്നിരുന്നു. രാധികയ്ക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ചുറ്റും നടക്കുന്നതൊക്കെ ഒരു പാവയെപ്പോലെ നോക്കി കാണാനേ കഴിഞ്ഞുള്ളൂ. ഇതിനിടയിൽ സുജിത്ത് ഉണർന്നതും കാര്യമറിയാതെ തന്നെ വീണ്ടും വരിഞ്ഞു മുറുകാൻ ശ്രമിച്ചതും രാധിക കുതറി മാറാൻ തുടങ്ങി. എന്താ രാധു ഇത്? കുറച്ചു നേരം കൂടി. മുറിയിലുള്ളവരൊക്കെ വെറുപ്പുകൊണ്ട് മുഖം വെട്ടിച്ചു പോയി. ദർശൻ ഒട്ടും അമാന്തിച്ചില്ല. മുഖമടിച്ചൊരടി അവനും കിട്ടി. ഞെട്ടിപ്പിടഞ്ഞ് കണ്ണ് തുറന്ന് സുജിത്ത് തനിക്ക് മുമ്പിൽ കാണുന്നത് വിശ്വസിക്കാനാവാതെ തരിച്ചിരുന്നു. രാധികയാവട്ടെ ഈ ഭൂമി പിളർന്നെന്ന് താൻ താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ഞാൻ നിന്നോട് എന്ത് തെറ്റാടി ചെയ്തത്? രാധികയുടെ ചതിയിൽ വാക്കുകൾ കിട്ടാതെ ദർശൻ കിതച്ചു. ദർശ, യു ബ്ലഡി ബി. വിളിക്കരുത് നീ എന്നെ അങ്ങനെ. ഇവനെയും എഴുന്നേൽപ്പിച്ച് ഇന്ന് തന്നെ ഇവിടെ നിന്നും ഇറങ്ങിക്കോണം. ദർശന്റെ വാക്കുകൾ കാതിൽ മുഴങ്ങിയതും രാധിക പകച്ചുപോയി. മുറിയിൽ കൂടി നിന്നവരൊക്കെ പുറത്തു പോയിട്ടും രാധിക ആ കട്ടിലിൽ പകച്ചിരുന്നു പോയി. എവിടെയാണ് തനിക്ക് പിഴച്ചത്? രാധിക തലേന്ന് രാത്രി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. മോഹിനിക്ക് പുറകെ പോയ അർജുനൊപ്പം പോകാൻ മോഹനോട് കണ്ണു കാണിച്ചുകൊണ്ട് രാധിക തൻ്റെ വിജയം ഒന്ന് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഹലോ സുജിത്ത്, നമ്മുടെ പ്ലാനൊക്കെ വർക്കൗട്ട് ആകാൻ പോകുന്നു. ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണല്ലോ. സുജിത്തിൻ്റെ ശബ്ദത്തിലെ മാറ്റം രാധികയിലും പടർന്നു കയറി. കഴിഞ്ഞ 5 വർഷമായി സുജിത്ത് രാധികയുടെ പേഴ്സണൽ ഡ്രൈവറായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഭർത്താവിൻ്റെ തിരക്കുകൾ കൂടി വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയ കരുതൽ അയാളിൽ നിന്നും ലഭിച്ചു തുടങ്ങിയപ്പോൾ എപ്പോഴോ തമ്മിലുള്ള 20 വയസ്സ് വ്യത്യാസം പോലും മറന്ന് അയാളുടെ പരിഗണനകളെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. എപ്പോഴാണ് ഇതിങ്ങനെ ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക് കടന്നതെന്ന് ഓർമ്മയില്ല. അതെ, ഒരുപാട് സന്തോഷത്തിലാ ഞാൻ. രാധികയുടെ ശബ്ദത്തിലെ വശ്യത സുജിത്തിൻ്റെ സിരകളെ ചൂട് പിടിപ്പിച്ച് തുടങ്ങി. എന്തേ, ഈ സന്തോഷം പങ്കുവെക്കാൻ ഞാനങ്ങ് വരട്ടെ? കുറുകിക്കൊണ്ടുള്ളൊരാ ചോദ്യത്തിന് രാധികയെ വെറുമൊരു കാമുകിയാക്കി മാറ്റാനുള്ള കഴിവുണ്ടായിരുന്നു. കാമുകന്റെ പ്രണയത്തിനെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് സ്വീകരിക്കാൻ വെമ്പുന്ന വെറുമൊരു കാമുകി. സുജിത്ത്. നേർത്തുപോയിരുന്നു അവരുടെ ശബ്ദം. പറ രാധു, ഞാൻ വരട്ടെ? വീണ്ടും അതേ ചോദ്യം. ഇരുവരും തങ്ങളുടെ നില മറന്നു പോയിരുന്ന നിമിഷം. എല്ലാവരും പാർട്ടിയിൽ മുഴുകിയിരിക്കുമ്പോൾ രാധികയും സുജിത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്നു കയറുന്ന തിരക്കിലായിരുന്നു. ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധം. വളരെ തന്ത്രപൂർവ്വം ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരിക്കൽ പോലും ഇങ്ങനെ എല്ലാവർക്കും മുമ്പിൽ തൊലിയുരിഞ്ഞ് നിൽക്കേണ്ടി വരുമെന്ന് ഓർത്തിരുന്നില്ല. ഇന്നിപ്പോൾ മോഹിനിയെ കാണാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് താൻ തന്നെ പെട്ടല്ലോ. രാധികയുടെ കണ്ണിൽ നിന്നും ഉതിർന്ന കണ്ണീരിന് പൊള്ളുന്ന ചൂടായിരുന്നു. എങ്ങനെയൊക്കെയോ വസ്ത്രം ധരിച്ച് സുജിത്തുമായി താഴേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന ദർശനെയും രുദ്രനെയും. ഇരുവരുടെയും കണ്ണുകളിൽ നിന്നും തനിക്ക് നേരെ വരുന്ന നോട്ടത്തിൽ തീയാളുന്നത് കണ്ട് രാധിക വല്ലാതെ ഭയന്നു. മകനെയും ഭർത്താവിനെയും നന്നായി അറിയാവുന്ന രാധികയ്ക്ക് അറിയാത്ത കാര്യമല്ലല്ലോ ചതി. അവർ പൊറുക്കില്ലെന്ന്. ഒന്ന് മാപ്പിരക്കാൻ പോലും ധൈര്യമില്ലവർക്ക്.
അല്ലെങ്കിലും എന്തു പറഞ്ഞ് ക്ഷമ ചോദിക്കും? എൻ്റെ ഈ വഴിവിട്ട ബന്ധം പുറത്ത് എന്നോട് ക്ഷമിക്കണമെന്നോ? ലിവിംഗ് റൂമിലെ ഓരോ മുഖത്തും തന്നോടുള്ള വെറുപ്പ് തെളിഞ്ഞിരുന്നു. എന്നാൽ അതിലൊരു മുഖം കണ്ടതും രാധികയുടെ കണ്ണുകൾ വലിഞ്ഞു മുറുകി. മോഹിനി. എല്ലാം തികഞ്ഞവളെപ്പോലെ തനിക്ക് നേരെ അവജ്ഞത കലർന്ന നോട്ടമെയ്തുകൊണ്ട് എല്ലാവർക്കുമൊപ്പം നിൽക്കുന്ന മോഹിനിയെ കണ്ടതും അത്രയും നേരം തോന്നിയ നഷ്ടബോധത്തെ പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ട് രാധികയുടെ ഉള്ളിൽ പകയുടെ കനൽ ആളിക്കത്തി. ഇവളാകും തന്നെ കുടുക്കിയത്. ഞാൻ വിചാരിച്ചതിലും കൗശലക്കാരിയാണവൾ. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഇവളിവിടെ റാണിയായി വിലസാമെന്ന് കരുതണ്ട. ഈ രാധിക ഇവിടെ നിന്നും ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ കൂടെ മോഹിനിയും കാണും. രാധികയെ നോക്കി വലിഞ്ഞ മുഖമായി നിൽക്കുന്ന മോഹിനിയെ കണ്ടതും രാധികയുടെ പുറപ്പാട് എന്തിനാണെന്ന് രുദ്രന് മനസ്സിലായി. എന്താ മമ്മ? എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. മോനെ രുദ്ര, ഇവൾ കള്ളിയാണ്. ഇവൾ നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളൊന്നുമല്ല.